ഇന്ന് നല്ല കുട്ടിയായിട്ട് നേരത്തെ പണി തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും തുടങ്ങുന്ന പോലെയല്ല, ഇന്ന് ഇച്ചിരി കൂടെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, എനിക്ക് സ്കൂളിൽ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഫിറോസിന് TC വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി മേടിച്ചിട്ട് എന്നാൽ പറ്റുമെങ്കിൽ ആ ചേരാൻ പോകുന്ന സ്കൂളിൽ കൊണ്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് യൂണിഫോമിൻ്റെ അളവൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ പണികളെല്ലാം തീർത്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ സമാധാനത്തിൽ പോയിട്ട് നമുക്ക് ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല. ഇത് കറിയൊക്കെ വെക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സമയം എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വേഗം സാമ്പാറെല്ലാം വെച്ച് വെക്കാമെന്ന് വെച്ചിട്ടുണ്ടായിന്. ഗ്യാസിൻ്റെ അവിടെ നമ്മൾ ചായ വെക്കുമ്പോൾ ഈ പഞ്ചസാരയിലുള്ള സൈസ് ഉറുമ്പ് ഇങ്ങനെ വന്ന് കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തുടച്ച് കളഞ്ഞിട്ട് അടുപ്പിലിട്ട് വെച്ചതാണ്. സാധാരണ ഞാൻ കുക്കറിലല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുപ്പയിലാട്ടോ കഞ്ഞി ഇറക്കിയിട്ട് വെക്കാം. ഇന്നിപ്പോൾ അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ സാമ്പാർ ഞാൻ കുക്കറിലേ വെക്കാറുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കഞ്ഞി ഇറക്കിയിട്ട് വെക്കുന്നത്. പിന്നെ കഞ്ഞി ഇറക്കിയിട്ടൊന്നും വെക്കാൻ സമയമില്ല, വേഗം പോയിട്ട് വരണം. അപ്പോൾ വേഗം ഒതുക്കിയൊക്കെ വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ വീഡിയോ പേടിച്ചാട്ടോ എടുക്കുന്നത്. കാരണം നമ്മൾ എടുക്കുമ്പോൾ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ എടുക്കുന്ന വീഡിയോ ഫുള്ളും കിട്ടുമെന്നില്ല പേടിയായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ചെറിയ രീതിയിലൊക്കെ എന്താണ് സംഭവം മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റോറേജ് നമ്മൾ ഇത്ര ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ താഴെ നമ്മൾ ഡിലീറ്റ് ചെയ്തത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകാതെ കിടക്കുന്നുണ്ടെന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ പണ്ട് ഡിലീറ്റ് ചെയ്തൊക്കെ അതിനകത്ത് ഇപ്പോഴും കിടക്കണേ, അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, കിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്പോൾ തന്നെ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയാ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഭയങ്കര കാറ്റ് വീശിയിട്ട്, വീശിയെന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങിയെന്ന് നമ്മൾ ചിലപ്പോൾ ചെറുതായിട്ടാണെങ്കിലും ഒന്ന് നീങ്ങിപ്പോകും. അതുപോലത്തെ കാറ്റ്, ഞങ്ങൾ സീറ്റൊക്കെ നല്ല പറന്നു പോകുന്ന ഓർത്ത് അതുപോലെ കാറ്റായിരുന്നു കേട്ടോ വീശിയിട്ടുണ്ടായിരുന്നത്. മഴ ഉണ്ടായിരുന്നില്ല, ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ തൊട്ട് മുകളിൽ കൊല വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൾ വന്നിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാൻ അവർക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് തോരനൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ തോന്നില്ല, അല്ലാതെ അവർക്ക് ഇനി പഴിപ്പിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഞങ്ങൾക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടിച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരാൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തതിൻ്റെ പണിയാണ് കാണിക്കുന്നത്. അടുക്കള മൊത്തം നിരത്തി കഴിഞ്ഞാൽ തൂക്കും, അവൾ വന്ന് നിരത്തും. ഓടിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ ബാക്കി പണി ഇവിടെ കാണിച്ചിട്ടേക്കുന്ന കേട്ടോ. ഒന്ന് തീരുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒരേ പണി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാൻ ആളുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ ഒരു പണി കണ്ടത്. പിന്നെ അതും കൂടെ തൂത്തിട്ട് കഴിക്കാതില്ലെങ്കിൽ ഇവിടെ മൊത്തം ഉറുമ്പ് കയറും. ഞാൻ എന്ത് ചെയ്യുന്ന അതിന് നേരെ വിപരീതമായിട്ട് ചെയ്യുന്നതാണ് പാത്തുവിൻ്റെ പരിപാടി. ഇതൊന്ന് രാവിലെ മുറ്റം തൂത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചപ്പെല്ലാം കൂട്ടി 2 മിനിറ്റ് അപ്പുറത്തോട്ട് വാരി കളയാൻ വേണ്ടി പോയപ്പോഴേക്കും ബാക്കിയെല്ലാം പഴയ പോലെ നിരത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നിന്ന് ഞാൻ തൂക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ കൊണ്ട് ആവുന്ന പണി അവളും ചെയ്ത് തരുന്നുണ്ട്, എന്നെക്കൊണ്ടാവുന്ന പണി ഞാനും ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ സാമ്പാർ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർ സാമ്പാർ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പരിപ്പ് സെപ്പറേറ്റ് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ വെക്കുന്നു. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചിട്ടാട്ടോ വേവിക്കാറ്. എൻ്റെ വീട്ടിൽ ഇവിടെയൊക്കെ എല്ലാവരും കാണിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിക്കുള്ളൂ. എനിക്ക് പിന്നെ കഷ്ണം നല്ലപോലെ ഉടയണേ. എനിക്കിങ്ങനെ കടിക്കുന്ന പോലെ കിട്ടുന്ന എനിക്ക് ഇഷ്ടമില്ല. നല്ലപോലെ പരിപ്പാണെങ്കിലും അതിൽ നല്ല കൊഴുപ്പായിട്ട് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം താളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് കറി എന്ന് പറയാൻ നിൽക്ക വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരുമായിരിക്കുമല്ലോ. അപ്പോൾ അതേ സാമ്പാറിൻ്റെ പണിയും കൂടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി മുളകും കൂടെ പൊരിക്കാൻ കിട്ടും, തൈര് മുളക്. അതും കൂടെ പൊരിച്ച് സാമ്പാറിന് ബെസ്റ്റാണല്ലോ തൈര് മുളക്. അപ്പോൾ അതും കൂടെ പൊരിച്ച് ഇന്നത്തെ നമ്മൾ അടുക്കളപ്പണി ഏറെക്കുറെ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഫാമിലിയിൽ കുറേ പേര് കയറിയിട്ടുണ്ടായിരുന്നു. കുറേ പിന്നെ എന്നെ സംബന്ധിച്ച് ഒത്തിരി പേരാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേരുണ്ടാവട്ടെ. അപ്പോൾ പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാലൊരു വീട്ടിൽ പിന്നെ കാണാം. ബൈ.